ഹായ് ഓൾ വെൽക്കം. ഇന്ന് ഞാൻ ട്രാവൽ വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2024, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറെ നേട്ടങ്ങൾ സമ്മാനിച്ച ഒരു വർഷമാണ്. അപ്പോൾ അതിനു മുമ്പുള്ള വർഷങ്ങളെന്ന് പറയുന്നത് എനിക്ക് ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞ വർഷങ്ങളായിരുന്നു. അത് ഹെൽത്ത് പരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ മാനസികപരമായിട്ടാണെങ്കിലും എനിക്ക് മടുത്തുപോയ വർഷങ്ങളാണ്. എനിക്കിനി ജീവിക്കണ്ടെന്ന് തോന്നിയ വർഷങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു എൻഡോസ്കോപ്പി റൂമിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് ഒരു ചേച്ചി എനിക്ക് പരിചയപ്പെടുത്തിയൊരു പുസ്തകം ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം കേട്ടോ. റോണ്ട ബേൺ എഴുതിയിട്ടുള്ള ദ സീക്രട്ട് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ആ എൻഡോസ്കോപ്പി റൂമിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു മാലാഖയെ പോലെ ഷനോ എന്ന് പറയുന്ന ഒരു ചേച്ചി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചുമൊക്കെ ആ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു. മടുത്തുപോയ എൻ്റെ ജീവിതത്തിന് ഒരു വഴികാട്ടിയായി വന്നത് ആ ചേച്ചിയാണ്. ഞാൻ ഇന്നും സ്നേഹത്തോടെ കൂടി ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എൻഡോസ്കോപ്പി ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയേറെ ശാരീരിക പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. എനിക്ക് സഹായത്തിന് ആരുമില്ല. ഈ ഭൂമിയിൽ ഞാനും എൻ്റെ മകനും മാത്രമായിരുന്നു. ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ജീവിതം. എനിക്ക് ചായാനായിട്ടൊരു തോളില്ല, എനിക്ക് സംസാരിക്കാനായിട്ട് ആരുമില്ല. ഞാനങ്ങ് ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയാണ്. എനിക്ക് എൻ്റെ വിഷയങ്ങൾ, എൻ്റെ വിഷമങ്ങൾ എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഷെയർ ചെയ്താൽ തന്നെ അത് ഉൾക്കൊള്ളുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും നമുക്കാണല്ലോ വലുത്. ചുറ്റുമുള്ളവർക്ക് അത് വെറും ഒരു തമാശ മാത്രമായിരിക്കും. അല്ലെങ്കിൽ അവർ ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ തള്ളും. പിന്നെ എന്നും പ്രശ്നങ്ങൾ പറയുന്ന ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്ന ആൾക്കാർ, ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ആൾക്കാർ പോലും എൻ്റെ ഈ വിഷമങ്ങളുടെ പേരിൽ എന്നെ വിട്ട് പിരിഞ്ഞു. പിന്നെ മറ്റു പല സന്ദർഭങ്ങളിലും ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ അവരെന്നെ ഒറ്റപ്പെടുത്തി എന്നെ തള്ളി പറയാൻ തുടങ്ങി. അപ്പം ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാവരുത്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മളോളം നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആരുമില്ല. നമ്മളോളം നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ പറ്റിയിട്ടുള്ള ആരുമില്ല ഈ ഭൂമിയിൽ. ഞാൻ സ്വയം കരകയറി വന്നതാണ്. അതിനെന്നെ സഹായിച്ചിട്ടുള്ളത് മെഡിറ്റേഷനാണ് കേട്ടോ. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന എന്നെ ഈ ചേച്ചി ഒരു മെഡിറ്റേഷൻ ഗ്രൂപ്പിലേക്ക് ചേർത്തു. പിന്നെ പിറ്റേ ദിവസം മുതൽ രാവിലെ 4 മണിക്ക് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. തുടർന്നങ്ങോട്ട് വളരെ പോസിറ്റീവായ ചേഞ്ചസ് ആണ് എൻ്റെ ലൈഫിൽ വരാൻ തുടങ്ങിയത്. ആരുമില്ലെങ്കിലും ജീവിക്കണം. ജീവിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ്. ഞാൻ ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമാണ് എനിക്ക് എൻ്റെ മോൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ജോലിക്ക് പോയിരുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. ജോലിയിൽ എനിക്ക് ലീവ് എടുക്കേണ്ടി വരും. ഒരു പരിധിക്കും വിട്ട് ലീവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്കൂളിലും ഒരു പ്രശ്നമാവും. സ്കൂളിൽ ഞാനൊരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 41 കുട്ടികൾക്കും, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 40 കുട്ടികൾക്കും ആരുമില്ലാതായി പോകും. അപ്പം എനിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ പോകേണ്ടി വരുന്ന ടീച്ചർമാർക്ക് അതൊരു വലിയൊരു ഭാരമാവും. കാരണം ഒരു ദിവസം അവർക്കും 2-3 പീരീഡ് ആയിരിക്കും ഫ്രീ കിട്ടുക. ആ ഫ്രീ കിട്ടുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോകുമ്പോൾ അവർക്കും അത് ഒരു വിഷമുള്ള കാര്യമാണ്. അപ്പം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. എനിക്കത് മുഴുവനായും നിങ്ങളോട് തുറന്നു പറയാൻ പറ്റില്ല. ഒരു പ്രവാസിയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിതൊക്കെ ഇതിനെങ്ങനെ പരിഹാരം കണ്ടെത്തണം, എങ്ങനെ എന്നെ സ്വയം മാറ്റിയെടുക്കണം എനിക്കറിയില്ല. ഞാൻ ഒഴിഞ്ഞു പോയാലും എന്നെ പിന്തുടർന്ന് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. പലപ്പോഴും ഞാനൊരു എസ്കേപ്പിസം എന്ന് പറയുന്നൊരു സാധനം ഞാൻ സ്വയം ചെയ്തിരുന്നു. എനിക്ക് പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാറുണ്ടായിരുന്നു. ആരോടും ഞാൻ മിണ്ടില്ല. കാരണം നമ്മളെന്തെങ്കിലും പറഞ്ഞാലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആരോടൊന്നും മിണ്ടില്ല. ഒഴിഞ്ഞു മാറി
പോകുമായിരുന്നു. പക്ഷെ ഒഴിഞ്ഞു മാറിയാലും പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു എനിക്ക് ചുറ്റിലും. അപ്പം എങ്ങനെ രക്ഷപ്പെടണം, എവിടേക്ക് പോകണം, എൻ്റെ മോർണിംഗ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജോലി എന്ന് പറയുന്നത് എനിക്കൊരു ആശ്വാസമായിരുന്നു. കുറച്ച് സമയമെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമല്ലോ. കാരണം വീട്ടിലിരുന്നാൽ എനിക്ക് പ്രശ്നമാവും. മോൻ സ്കൂളിൽ പോയി ജോലി ഉപേക്ഷിച്ച് ഞാൻ വീട്ടിലിരുന്നാലും പിന്നെയും എനിക്ക് ആകുലതകളായിരിക്കും. അതുകൊണ്ടാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ശാരീരിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് ആശ്വാസമായിരുന്ന എൻ്റെ ജോലി പോലും ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് ഞാൻ എത്തിപ്പെടുകയായിരുന്നു. രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല, വയറുവേദന, ഒരു കാരണവുമില്ലാതെ എനിക്ക് വയറുവേദനയാണ്. ഉറക്കത്തിൽ ഞാൻ എണീറ്റിരിക്കും. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് ടെൻഷൻ, എനിക്ക് എന്താ അസുഖം എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ എണീറ്റിരിക്കും, ഉറങ്ങാൻ പറ്റുന്നില്ല വേദനിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞു മോൻ, അവൻ എന്ത് ചെയ്യും? അവൻ ആരോട് പറയും? ഈ വക ടെൻഷനുകളായിരുന്നു എനിക്ക്. ഒരുപക്ഷെ നിസ്സാരമായിരിക്കാം, പക്ഷെ ആ സമയത്ത് ഈ വക ടെൻഷനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. മുഴുവനായി ഒന്നും എനിക്ക് തുറന്നു പറയാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ അനുഭവിച്ചു പോന്നിരുന്ന വഴികൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞു, റിസൾട്ട് വന്നു. എനിക്ക് അതിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാതും എൻ്റെ മാനസിക പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് പേടിയായിരുന്നു എല്ലാത്തിനോടും. പേടിപ്പിക്കുന്നൊരു സമൂഹവും ചുറ്റുപാടുമായിരുന്നു എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. അപ്പം എങ്ങനെ രക്ഷപ്പെടണം എന്നറിയില്ല, എവിടേക്ക് പോകണം എന്നറിയില്ല, ആരുമില്ല, ഒറ്റയ്ക്ക്. എനിക്ക് മരിക്കാൻ തോന്നി പലപ്പോഴും. മരിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ രക്ഷപ്പെടാലോ എന്നുള്ള അങ്ങനെ പോലും ജീവിതത്തെ ഞാൻ വെറുത്തുപോയൊരു ഘട്ടമായിരുന്നു അത്. അപ്പം അതിൽ നിന്നൊക്കെ മാറി എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും എനിക്ക് കുറച്ച് മരുന്നുകളൊക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഈ മരുന്നുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് വലിയ അസുഖമൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് എൻഡോസ്കോപ്പി ചെയ്തപ്പം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പതുക്കെ മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പ്രകൃതി ചികിത്സയിലേക്ക് മാറി. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മരുന്നല്ല, ഭക്ഷണമാണ് മരുന്ന്. അപ്പം എൻ്റെ ശരീരത്തിന് യോജിച്ച ഭക്ഷണങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൽ പിടിക്കുന്ന ഭക്ഷണങ്ങൾ പതിയെ പതിയെ ഞാൻ കഴിച്ചു തുടങ്ങി. ടെൻഷൻ കുറയ്ക്കാൻ തുടങ്ങി. ടെൻഷൻ കുറച്ചപ്പോൾ തന്നെ ഭക്ഷണമൊക്കെ എൻ്റെ ശരീരത്തിൽ പിടിക്കാൻ തുടങ്ങിയിട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അത് ഒരു പക്ഷേ പരാജയമായേക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ മാറ്റിയെടുത്തിൻ്റെ ഒരു ജീവിതമാണ് ഈ 2024 എന്ന് പറഞ്ഞാൽ. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നേടിയെടുത്ത കാര്യമാണ് ഞാൻ ബഹ്റൈനിൽ എത്തിയിട്ട് അനീഷേട്ടനോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്ന ഈ ഒരു കാര്യം. ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്, കുടുംബമായി ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. ഇതൊക്കെ എന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് അങ്ങനെ ഞാൻ നെഗറ്റീവായി ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അത് സാധിച്ചു. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് എൻ്റെ കരിയർ ഒന്ന് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഇവിടെ വന്നിട്ട് വലിയൊരു സമ്മർ ക്യാമ്പിൻ്റെ കോർഡിനേറ്ററായിട്ട് വന്ന മാസം തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. അതിൽ ഒരുപാട് കുട്ടികളെ എനിക്ക് പല കാര്യങ്ങളും പഠിപ്പിക്കാൻ പറ്റി കേട്ടോ. അത് വലിയൊരു നേട്ടമാണ്. നാട്ടിലൊന്നും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ഒരു 6 മാസത്തോളം നിങ്ങളിൽ പലരും എന്നോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ. ഞാൻ ഇത്രമാത്രം ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളായിരുന്നില്ല ഇതിനു മുമ്പ്. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ സമ്മർ ക്യാമ്പ് കഴിഞ്ഞിട്ട് ക്യാമ്പ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് വീണ്ടും മറ്റു പല അവസരങ്ങളൊക്കെ കിട്ടി. എനിക്ക് ആങ്കറിങ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എനിക്ക് നാട്ടിലൊന്നും ഞാൻ ജീവിച്ചിരുന്ന സമൂഹം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും വില തരാത്ത ആൾക്കാരായിരുന്നു. എൻ്റെ കഴിവുകൾ എന്താണെന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അവരെന്നെ അടിച്ചമർത്തുമായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് ആങ്കറിങ് ചെയ്യാൻ പറ്റി. മറ്റു പല പരിപാടികളിലും പങ്കെടുക്കാൻ പറ്റി. ഒരു TV ഷോയിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. ഇപ്പോൾ പലയിടങ്ങളിലും പോകുമ്പോൾ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം ഇന്നലെ വരെ ഞാനൊരു മാർക്കറ്റിൽ പോയപ്പോൾ
അവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട 2 സബ്സ്ക്രൈബേഴ്സ് എന്നെ തിരിച്ചറിഞ്ഞു. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമാണത്. എന്നെ കേൾക്കാനുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഞാൻ നിർബന്ധിക്കാതെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളെനിക്ക് തരുന്ന സപ്പോർട്ടുണ്ടല്ലോ, അതെൻ്റെ ആരും തന്നെ എനിക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് നന്ദി പറയാണ് കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള അവസരം എന്ന് പറയുന്നത്, ഞാനൊരു റാമ്പ് വാക്ക് ചെയ്തു. ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ചെറിയൊരു പരിപാടിയാണ്, ഒരു ഓണം പരിപാടിയാണ്. എങ്കിൽ പോലും എൻ്റെ ഈ ഒരു പ്രായത്തിൽ എനിക്കിതൊന്നും സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേടിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള വിഷമങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർക്ക്, ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷയുടെ വെളിച്ചമാണ് ഞാൻ നൽകുന്നത്. ജീവിതം തീർന്നിട്ടില്ല, ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. നമ്മൾ പാവലോ കൊയിലോ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളത്. അത് സത്യമാണ് കേട്ടോ. ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീവ്രമായി ആഗ്രഹിക്കുക, അത് നടന്നു എന്ന് മാനിഫെസ്റ്റ് ചെയ്യുക, അതിന് താങ്ക് യു പറയുക, താങ്ക്സ് എഴുതി വെക്കുക. ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ ബഹ്റിനിൽ എത്തിയതായും ഞാനിവിടെ എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നതായും ഞാൻ മുൻപ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സന്തോഷം എഴുതി വെച്ച സമയത്ത് തന്നെ ആ സന്തോഷം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്കത് ഇങ്ങനെയും സംഭവങ്ങളുണ്ടോ, ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. പിന്നെ പതിയെ ചേഞ്ചസ് വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ കൂടുതൽ ഇതിൽ വിശ്വസിച്ച് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ വഴിയേ ചെയ്യാം. ഒരു തുടക്കം മാത്രമാണ്. എൻ്റെ ഈ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്തത്. പിന്നെ എൻ്റെ യാത്രകളാണ്. ഈ യാത്രകൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ ആഗ്രഹങ്ങളാണ്. ഇത് ഞാൻ സാധിച്ചെടുത്തതാണ്. പലപ്പോഴും എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച സ്ഥലങ്ങൾ കാണാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അനീഷേട്ടൻ എനിക്ക് തരുന്ന സാധനങ്ങൾ മേടിക്കാൻ തരുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ യാത്രകളൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും എനിക്ക് പൈസയൊന്നും തികയാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ട് എനിക്ക് ബഹ്റിനിലെ ഫാർമേഴ്സ് മാർക്കറ്റിലേക്ക് പോകണമെന്ന് ഞാൻ അത്രയും ആഗ്രഹിച്ച് ഊബർ ബുക്ക് ചെയ്തപ്പോൾ അതിന് 4 ദിനാറാണ് അതിന് വേണ്ടി വരുന്ന ചിലവെന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 2.5 ദിനാറാണ്. അപ്പോൾ ഊബർ ബുക്ക് ചെയ്തില്ല. പൈസ കണ്ടപ്പോൾ തന്നെ ഞാനത് ക്യാൻസൽ ചെയ്തു. പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ യാത്ര ചെയ്ത് താഴെ പോയിട്ടാണ് ഊബർ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി മടങ്ങുന്നില്ല, എന്നാൽ ബസ്സിൽ പോകാമെന്ന് കരുതി ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ യാത്രകളൊക്കെ. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു ടാക്സി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആളോട് എനിക്ക് ടാക്സി വേണം, പക്ഷെ എൻ്റെ കയ്യിൽ 2.5 ദിനാറേ ഉള്ളൂ. ഈ പൈസയ്ക്ക് നിങ്ങൾക്ക് എന്നെ അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് എന്നെ തിരിച്ച് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആള് തെല്ലൊന്ന് സംശയിച്ചതിന് ശേഷം എൻ്റെ ഒപ്പം വന്നു. അങ്ങനെയാണ് ഞാൻ ഓരോ യാത്രകളും ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല ഞാൻ പോകുന്നത്. പക്ഷെ എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ബഹ്റിൻ എന്ന് പറയുന്ന ഈ കുഞ്ഞു രാജ്യം കാണണം എന്നുള്ളത്. അപ്പം ഇതൊക്കെ എന്താ പറയുക, എൻ്റെ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവ് തിങ്കിങ് ചെയ്തിട്ട് നേടിയെടുത്ത കാര്യങ്ങളാണ്. ഇത് കുഞ്ഞു എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇനിയുമുണ്ട് ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ. വീഡിയോ ഒത്തിരി ലെങ്ത് ആയിട്ടോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. അടുത്ത വർഷവും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. താങ്ക്